ആദ്യം നമ്മളിതാ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റിക്കർ നമ്മൾ കളയുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലുള്ള ചെറിയ വളയങ്ങളായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്ത 2 വളയം എടുത്തതിന് ശേഷം ഒരു വളയത്തിനുള്ളിലേക്ക് നമ്മൾ ഒരു വളയം ഇതേപോലെ കടത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ബലത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് ചണനൂലാണ്. ഈ ചണനൂല് നമുക്ക് ഈ വളയത്തിൻ്റെ മുകളിൽ ചുറ്റിയെടുക്കണം. അപ്പോൾ ഇതേപോലെ വളയത്തിന് മുകളിൽ നമ്മൾ മുഴുവനായിട്ടും ചണനൂല് ചുറ്റിയെടുത്തു. ഇതേപോലെ നമ്മൾ 12 പീസ് ചണനൂല് ചുറ്റിയ വളയം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതേപോലുള്ള ഒരു 9 പീസ് നമ്മൾ വൈറ്റ് നൂല് ചുറ്റിയിട്ടും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ഒരു മെഴുകുതിരി കത്തിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ചണനൂല് ചുറ്റിയെടുത്ത വളയം നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ചണനൂലിൻ്റെ രോമം അതിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഇന്ന് നമ്മുടെ വളയത്തിൽ ഒരു വൈറ്റ് വളയവും പിന്നീട് 2 ചണനൂല് ചുറ്റിയ വളവും ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അതായത് അതിൻ്റെ അത് ചേരുന്ന ഭാഗം നമുക്കൊന്ന് കെട്ടിയെടുക്കണം. അപ്പോൾ ഈ കോട്ടൺ നൂല് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് കെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ആ വളയങ്ങൾ നമ്മൾ കെട്ടിയെടുത്തു. ഈ 2 പീസ് വീതം നമ്മൾ 2 എണ്ണം കെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പീസിൻ്റെ വളയങ്ങൾ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്കിനി അത് ചേർത്ത് അത് ചേരുന്ന എല്ലാ ഭാഗവും നമുക്കൊന്ന് കെട്ടിയെടുക്കണം. അപ്പോൾ ഈ വളയങ്ങൾ വെച്ച് നമ്മൾ ഇതേപോലെ കെട്ടിയെടുത്തു. ഇനി ഇതേപോലെ ഒരു പീസ് കൂടി നമുക്ക് കെട്ടിയെടുക്കണം. അപ്പോൾ 2 പീസുകൾ നമ്മൾ ഇതേപോലെ കെട്ടിയെടുത്തു. ഇനി നമ്മൾ വൈറ്റ് കളറിലുള്ള 7 പീസുകൾ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ചേർത്ത് ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ 7 പീസ് വെച്ചിട്ട് നമ്മൾ കെട്ടിയെടുത്തു. പിന്നീട് നമ്മൾ 2 പീസ് ഇതേപോലെയുള്ളത് നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 7 പീസുള്ള വളയം ഇതേപോലെ വെച്ചതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ കെട്ടിയെടുത്ത 2 വളയങ്ങളിൽ ഒന്ന് മുകൾ ഭാഗത്തും ഒന്ന് അടിഭാഗത്തും വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഇത് ചേരുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുഴുവൻ വളയങ്ങളും വെച്ചിട്ട് നമ്മൾ ഇതേപോലെ അത് കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹാൻഡ് ബാഗിന് നമുക്ക് ഇതിന് കൈ വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ വയറിൽ നമ്മൾ ചണനൂല് ചുറ്റിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ 2 ഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ വെറൈറ്റി ഹാൻഡ് ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. അതല്ലാതെ നമുക്ക് കുറച്ചുകൂടി പണികൾ ഇതിൽ നമ്മൾ ചെയ്യുന്നുണ്ട്.
ഇനി നമ്മൾ ഇതേപോലെ ഒരു ഫ്ലവർ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുൻഭാഗത്തായിട്ട് നമ്മൾ നടുഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ അത് നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ഹാൻഡ് ബാഗ്, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ഹാൻഡ് ബാഗ്. അപ്പോൾ ഇത് 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഇതേപോലെ നമുക്ക് ചുമരിൽ, അതായത് നമ്മുടെ വാളിൽ ഹാങ്ങിങ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഹാങ്ങിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ ഫ്ലവറുകൾ വെച്ച് കൊടുക്കാം. അതല്ലാതെ നമുക്ക് ഇൻഡോർ പ്ലാന്റുകൾ, അതായത് ചെറിയ ബോട്ടിലുകളൊക്കെ വെള്ളം നിറച്ചതിന് ശേഷം നമുക്ക് ഇൻഡോർ പ്ലാന്റുകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഇതേപോലെ ഫ്ലവറുകൾ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറം ഭാഗത്തെ ചുമരിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ്. കൺമതിലിൻ്റെ മുകളിലാണ് നമ്മളിത് വെച്ചത്. ഇത് നമുക്ക് ബെഡ്റൂമിനുള്ളിലോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലോ ഒക്കെ നമുക്ക് വീടിനുള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതേപോലെ നമ്മുടെ ചുമരിൽ ഹാങ്ങിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലവറുകളോ ഇൻഡോർ പ്ലാന്റുകളോ ഒക്കെ വെച്ച് കൊടുത്തിട്ട് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.